ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വ്ളോഗിലേക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബദാം ഓയിലാണ്. ബദാം ഓയിൽ ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ട് വഴി ഞാൻ വാങ്ങിച്ചതാണ്. ആമസോൺ വഴി കിട്ടും, പർപ്പിൾ വഴി കിട്ടും. അപ്പോൾ എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല ഒരു അഫോർഡബിൾ പ്രൈസിന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇത് നല്ല സ്കിന്നിനും ഹെയറിനൊക്കെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റാണ്. ഈ ഒറ്റ ഓയിലാണ്. ഇത് വെറും 35 മില്ലിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഓയിൽ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാൻ കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു ബോക്സിലാണ് കേട്ടോ വന്നത്. നല്ലൊരു 35 മില്ലി ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക് ബോട്ടിലല്ല, ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രി ആയാലും ഹെയറിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഏറ്റവും ഗുണപരമായ ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഇതിൽ വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൊഴുപ്പുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഇതും സൗന്ദര്യ സംരക്ഷണ രീതിയിലുള്ള ഒരു ഓയിലും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് 2-3 ഡ്രോപ്സൊക്കെ ഒഴിച്ച് നമ്മൾ മുഖത്തേക്ക് അങ്ങ് പുരട്ടണം കേട്ടോ. നെറ്റിയിൽ, കവിളിൽ, അങ്ങനെ താടിയിൽ, കഴുത്തിലൊക്കെ നല്ലോണം പുരട്ടിയിട്ട് നല്ല വൃത്തിയായി മസാജ് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇതിലെ ഗുണങ്ങളെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുകാർക്കും സോഫ്റ്റ് സ്കിൻകാർക്കൊക്കെ നല്ലോണം ഒരു ഗ്ലോ കിട്ടുന്ന ഒരു ഓയിലും കൂടിയാണ്. അതുപോലെ നമ്മളെ ഗ്ലോയിങ് കിട്ടും. അതുപോലെ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് മാറ്റാൻ സഹായിക്കും കേട്ടോ ബദാം ഓയിൽ. അത് രാത്രിയാകുമ്പോൾ തന്നെ നമ്മൾ 2-3 ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അപ്പം നമ്മുടെ മുഖത്ത് മാക്സിമം ഒരു മസാജ് കൊടുക്കണം. എണ്ണയൊക്കെ ഇടുമ്പോൾ മസാജൊക്കെ കൊടുക്കണം. അതുപോലെ അപ്പം നല്ല മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ്, ആൻറ്റി ഏജൻസ്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നല്ലോണം മാറും കേട്ടോ. നമ്മൾ ഒരു മോയ്സ്ചർ ഇടുന്നതിൻ്റെ ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മുഖത്തൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു റീഫ്രഷിങ് ഫീലിംഗ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഡാർക്ക് സർക്കിളൊക്കെ മാറാനും നമ്മളെ സ്മൂത്ത് ലിപ്സ്, നമ്മുടെ ലിപ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് അത്രയും ബെനിഫിറ്റാണ്. അതുപോലെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കാണ്. അതുപോലെ നമ്മളെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഒരു യൂസ്ഫുള്ളുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. മുഖത്ത് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും. നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഡ്രൈനെസ് ആയിട്ടിരിക്കുക, അവിടേക്കൊന്ന് നമ്മൾ ഈ ഓയിൽ വെച്ച് ഒന്ന് മസാജ് ചെയ്തെടുത്താൽ നന്നായിട്ട് മാറി കിട്ടും. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറാണ്. എന്തും നമ്മളെ ഹെയറിൽ വരുന്നതെന്ന് വെച്ചാലും ഒരു സോഫ്റ്റ് സ്കിൻ, നമ്മൾ സോഫ്റ്റ് ആൻഡ് ഷൈനി നൽകുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ മുടിയിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ മുടിയൊക്കെ സ്പ്ലിറ്റായി നമ്മൾ പൊട്ടിയൊക്കെ കിടക്കുമല്ലോ, നമ്മൾ അത്രയും സൂക്ഷിക്കാതെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. എണ്ണയിൽ വെച്ചിട്ട് ഓരോ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 2-3 ഡ്രോപ്സൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളിത് എയർ മാസ്കിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത്. നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും ഇത് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഇതിൻ്റെ പൊട്ടിയ ഭാഗത്ത് നന്നായിട്ട് ഇതേപോലെ മുടി ഇങ്ങനെ ഇട്ടിട്ട് 2-3 ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിക്കൂർ, ഇതിൽ എഴുതിയിട്ടുള്ള 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ട് കുളിക്കുമ്പോൾ തന്നെ നല്ല നമ്മളെ മുടി നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിരിക്കും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ തലയോട്ടിയിലൊക്കെ നമ്മൾ ഇതെടുത്താൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കും.
ഇത് രാത്രി ഉറങ്ങുന്ന മുമ്പേയൊക്കെ ഇത് 30 മിനിറ്റ് നമ്മളെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് രാവിലെ ആകുമ്പോൾ കുളിക്കുമ്പോൾ ഒന്ന് കഴുകി കളഞ്ഞാലും ഇത് നല്ലൊരു മുടി നല്ല വൃത്തി മുടി വളരാൻ സഹായിക്കും കേട്ടോ. ഇത് നല്ലൊരു ഇതാണ്. എനിക്ക് നല്ലൊരു ബേബി ഹെയർസൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് നല്ല ബേബി ഹെയർസാണിത്. അപ്പോൾ കുറേയൊക്കെ വന്ന് തുടങ്ങിയതുള്ളൂ. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് 2-3 ദിവസം ആവണതേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഓയിൽസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പേസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. ഈ നട്ട്സൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഒന്ന് പേസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് അത് നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക കേട്ടോ. അപ്പം ഇടുമ്പോൾ തന്നെ നമ്മളെ മുഖത്ത് പിമ്പിൾസ് വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കണ്ണിലൊന്നും തെറിക്കാതെ വേണം ഇതൊക്കെ ഇടാൻ കേട്ടോ. നമ്മൾ നല്ല വൃത്തി ശ്രദ്ധിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളിപ്പം വീട്ടിൽ തന്നെ നമ്മൾ കറ്റാർ വാഴയും ബദാം ഓയിലും വെച്ച് നമുക്ക് മുഖത്തേക്ക് ഇടാം. അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, പപ്പായ എന്നിവയുടെ എല്ലാ സാധനങ്ങളും വെച്ച് നമ്മൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഫേസിലൊക്കെ ഇടുക. അതുപോലെ ഹെയർ മാസ്കിനും ഇത് നമ്മൾ ഇതിലുണ്ടാവുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് നന്നായിട്ടൊക്കെ നമ്മൾ ഇട്ടാൽ ഡെയിലിയൊക്കെ ഇപ്പോൾ ഡെയിലി ഇട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇതൊക്കെ ഇട്ടാൽ നമ്മളെ മുഖത്തും ഹെയറിനൊക്കെ നല്ലൊരു മാറ്റം തന്നെ. ഇതും കൂടെ ഉൾപ്പെടുത്തിയുമ്പോൾ തന്നെ ഇത് നല്ലൊരു മാറ്റം തന്നെ കാണാം കേട്ടോ. ഇത് നമ്മൾ രാത്രിയാകുമ്പോഴും ഇതേപോലെ യൂസ് ചെയ്തിട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ മുഖത്തും ഹെയറിനൊക്കെ നല്ല വൃത്തിയായി മാറ്റാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഒരു പ്രോഡക്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പിമ്പിൾസ് പോവും. അതുപോലെ ആൻറ്റി ഏജിങ് ആണ്, മോയ്സ്ചറാണ്, ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് പോകും. നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നമ്മൾ പോവും. അതുപോലെ നമ്മൾ മസാജും കൂടെ ചെയ്ത് കൊടുത്താൽ കുറച്ചൊക്കെ നമ്മളെ മുഖത്തേക്ക് നല്ല ഒരു മാറ്റം കിട്ടത്തുള്ളൂ കേട്ടോ. ഇതൊരു 35 മില്ലിയുടെ ഒരു ചെറിയ ഒരു ബോട്ടിലാണ്. എന്നാലും ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും ഒന്നും എഴുതിയിട്ടില്ല. വെറും 100% പ്യുവർ സ്വീറ്റ് ആൽമണ്ട് ഓയിലെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഡയറക്ഷൻസ് കൊടുത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ നല്ല സ്കാൽപ്പിലും അതുപോലെ തന്നെ അപ്ലൈ ഒക്കെ ചെയ്യും. നല്ല മൃദുവായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹെയറിലൊക്കെ നല്ലവണ്ണം മാറ്റങ്ങൾ കിട്ടും കേട്ടോ. അപ്പം ഇതൊന്ന് ഇത് 2 മണിക്കൂർ ഇട്ടിട്ട് ഷാമ്പും കണ്ടീഷണർ വെച്ച് നന്നായിട്ട് കഴുകിക്കളയാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുഖത്തൊക്കെ ഇടുമ്പോൾ നല്ല വൃത്തിയും മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് നല്ല ക്ലീൻ ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ.